ഇവിടുത്തെ ഭരണാധികാരികൾ ഇതിനൊരു ലീഡ് ചെയ്യുന്നൊരു കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് വരുന്ന ആ ഒരു മെസ്സേജ്, ആ ഡിറക്ഷൻ നോക്കൂ, വളരെ ക്രിസ്പാണ്. അതിലോരോ വേർഡ്സ് നോക്കൂ. നിങ്ങൾ ജസ്റ്റ് നിന്ന് ആ വേർഡ്സ് നിങ്ങളൊരു ചെറിയൊരു ത്രെട്ട് വരുന്നുണ്ട്, യു ഗൈസ് ഗോ ടു സേഫ് ആൻഡ് ആ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ സേഫാണ്, യു വിൽ കണ്ടിന്യൂ യുവർ പ്രൊസീഡ്സ്. അവരത്രയും വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ഇതിൻ്റെ മീഡിയ എടുക്കരുത്, ന്യൂസ് എടുക്കരുത്, നിങ്ങൾ തൊട്ടപ്പുറത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പോകരുത്. ഈ ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഡെവലപ്മെൻറ്റ് ഇല്ലാത്തത്. അല്ലാണ്ട് ആൾക്കാർക്ക് വിവരമില്ലാത്തോ സാങ്കേതികവിദ്യ ഇല്ലായിട്ടോ അറിയട്ടില്ലല്ലോ. ഈ ഒരു സിറ്റുവേഷൻ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യൂ. ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ സംസ്ഥാനത്താണ് സംഭവിച്ചതെങ്കിൽ ലോകം മൊത്തത്തിൽ ഇത് അറിഞ്ഞിട്ടുണ്ടാവും. ഏതൊക്കെ വേർഷനിൽ എന്തൊക്കെ രൂപത്തിൽ അറിയും, അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടാവും. ഇവിടെ വളരെ മാനേജ്, കാരണം ഇത് ലീഡർഷിപ്പാണ്. ഇത് ലീഡേഴ്സ് ബിൽഡ് ചെയ്തെടുത്തൊരു രാജ്യം. നമുക്ക് അതിലൊരു വിശ്വാസമാണ്. നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ വിഷനറി ലീഡേഴ്സിൽ നമ്മൾ നന്നായിട്ട് ബ്ലൈൻഡ്ലി നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. കാരണം നിങ്ങൾ 1960 തൊട്ടിട്ട് അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു ഗ്രോത്ത് സ്റ്റേജ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇപ്പോഴാണ് നിങ്ങളിത് പഠിക്കേണ്ടത്. കാരണം ഈ മണ്ണ് ഇവിടെ ഒരു തുള്ളി വെള്ളം കിട്ടാത്തൊരു സ്ഥലമായിരുന്നത്, ഒരു മരുഭൂമി. ആ ഒരു മരുഭൂമിയെ ഒരു ഗ്ലോബൽ ഹബ്ബാക്കി ബിൽഡ് ചെയ്തത് വിഷനറി ലീഡേഴ്സാണ്. നിങ്ങൾ അതിൻ്റെ ഓരോ സ്റ്റേജ് നോക്കിയാൽ മതി. ഇവിടെ ആദ്യം ഈ ഒരു മരുഭൂമിയിൽ ആളുകൾക്ക് ഫ്രീ ട്രേഡ് ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്തോളൂ. പിന്നെ അവർ ട്രേഡ് ചെയ്യാൻ വരുമ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവരുടെ ചെയ്തു കൊടുക്കുകയാണ്. അവർക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്, അവർക്കുള്ള ബേസിക് ഫെസിലിറ്റീസ് കൊടുക്കുന്നു. നിങ്ങൾ ജബൽ അലി പോർട്ടിൻ്റെ സ്റ്റോറി മനസ്സിലാക്കണം. ജബൽ അലി പോർട്ട് എന്നുള്ളൊരു സംഭവമാണ് ഇവിടുത്തെ ഒരു വലിയൊരു ടേണിംഗ് പോയിൻറ്റ്. ആ ഒരു പോർട്ട് അന്നുണ്ടാക്കിയ ആ വിഷനറി ലീഡേഴ്സിൻ്റെ തോട്ട് എവിടെയാണ് കിടക്കുന്നത്? ഇവിടെ എയർപോർട്ട് വന്ന കാര്യങ്ങൾ, ഇവിടെ എയർപോർട്ടിൻ്റെ ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ അതിൻ്റെയൊക്കെ ഒരു വിഷനറി നോക്കൂ നിങ്ങൾ. കാരണം ഒരു മരുഭൂമി എന്നാണ് ബിൽഡ്. കാരണം ഇന്ത്യയും അല്ല മറ്റുള്ള രാജ്യങ്ങളും നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഓൾറെഡി ഉണ്ട്. ഈവൻ ഓയിൽ കണ്ടെത്തിയിട്ട് പോലും ഓയിൽ ഏത് റിസോഴ്സിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ലീഡർ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഫസ്റ്റ് തലമുറക്ക് ഇത് കിട്ടും, സെക്കൻഡ് തലമുറക്ക് കിട്ടും, തേർഡിന് കിട്ടും, ചിലപ്പോൾ ഫോർത്ത് ആകുമ്പോഴത്തേക്ക് ഈ റിസോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള നെക്സ്റ്റ് ജനറേഷൻ ഇവിടെ ജീവിക്കണം, അവർക്കത് ബിൽഡ് ചെയ്യണം. അപ്പം ഓയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ പോരാ, ബാക്കിയുള്ള ഓരോ റിസോഴ്സ് വരണം. അങ്ങനെ ട്രാവലിൽ നിന്ന് വരണം, റിയൽ എസ്റ്റേറ്റിൽ നിന്ന് വരണം. എങ്ങനെ ഇപ്പോൾ ആ GDP ഉള്ള ഗ്രോത്ത് റേറ്റ് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കിയത് മനസ്സിലാവും. സോ ആ ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിക്കും, നിങ്ങളുടെ ഒരു ചെറിയ കമ്പനിയിൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് അത് സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ വലിയൊരു രാജ്യത്തെ നെക്സ്റ്റ് ഒരു 30 ഇയറിലും 40 ഇയറിലും 50 ഇയറിലും ഏത് ചലഞ്ച് വന്നു കഴിഞ്ഞാലും അതിനെ സ്ട്രക്ചർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റിയുള്ള ലീഡേഴ്സ് നമ്മളെ കൂടെ ഉണ്ട്.